എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിൻ്റെ വളർന്നു വരുന്ന പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ഉണ്ണിമുകുന്ദൻ അഭിനയിച്ച മാർക്കോ എന്ന സിനിമയ്ക്ക് വേണ്ടി ഞാനൊരു റിവ്യൂ ഇട്ടുണ്ടായിരുന്നു. സിനിമ ഇറങ്ങിയതിൻ്റെ അന്ന് തന്നെ ഞാൻ റിവ്യൂ ഇട്ടായിരുന്നു. ഞാൻ പറഞ്ഞ റിവ്യൂ പാതി വരെ കൊള്ളാം, പിന്നെ വയലൻസ് ഓവറാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സംഭവം എല്ലാവരും പടം കണ്ടതാണല്ലോ. എന്ത് കഥയാണ് ഈ പടത്തിനകത്തുള്ളത്? എല്ലാവരും ഒന്ന് ആലോചിച്ചു, എന്ത് കഥയാണ്? ഇനിയിപ്പോൾ കഥ പറയാം, ധൈര്യമായിട്ട് പറയാം. എല്ലാവരും പടം കണ്ടു കഴിഞ്ഞു, കഥയൊക്കെ വെളിയിലായി. വെളിയിലാവാൻ കഥയൊന്നുമില്ല, കഥയായി എന്നുള്ളതേ ഉള്ളൂ. ഒരു നടൻ വരുന്നു, പ്രതികാരം ചെയ്യാനായിട്ട് വരുന്നു, പോയി അവരെ ഒരാളെ തൊടുന്നു, അവർ വന്ന് ഇവരെല്ലാവരും കൊല്ലുന്നു, തിരിച്ചു പോയി കൊല്ലുന്നു. ഇതാണ് കഥ. അപ്പോൾ എല്ലാവരും എനിക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു, KGF കണ്ടാണോ, കില്ല് കണ്ടാണോ? KGFിലും കില്ലിലൊക്കെ നല്ല വ്യക്തമായൊരു തീമുണ്ട്. അത് കഥ കണക്റ്റഡായാണ് പോണത്. ഇതിലെന്ത് കണക്റ്റഡാണ് പോണത്? ഇതിനകത്ത് വരുന്ന കാലും കൈ മുറിച്ച കണക്റ്റഡ് ആവുന്ന ആരാ പറഞ്ഞു? വയലൻസ് മാത്രം ഇട്ട് വെച്ചാൽ കഥ കണക്റ്റ് ആവുന്ന ആര് പറഞ്ഞു? വയലൻസ് പറഞ്ഞാൽ ഞെരിച്ച വയലൻസ്. ഇനിയിപ്പോൾ വയലൻസ് എന്താണെന്ന് പറയുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വെറും വയലൻസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് പറയാം. ഉണ്ണിമുകുന്ദൻ്റെ വീട്ടിൽ 7 കുട്ടികളുണ്ട്. കുട്ടികളെ കൊല്ലുന്ന രീതിയാണ്. ഒരു കുട്ടിയെ കൊല്ലുന്നത് കുട്ടിയെ പിടിച്ച് തറയിലടിച്ചിട്ട്, നമ്മൾ വിചാരിച്ച് ബാക്കിയെല്ലാം ഇത് ജസ്റ്റ് കാണിച്ചു പോകുള്ളൂ എന്ന് വിചാരിച്ച് ഗ്യാസ് കുറ്റിയെടുത്ത് തലയിൽ അടിച്ച് വീണ്ടും അടിച്ച് അവസാനം അടി കാണുമ്പോൾ നമ്മൾ തന്നെ കുനിഞ്ഞിരിക്കും. ഇനി നമുക്ക് അടി കാണാൻ വയ്യ എന്നുള്ള അവസ്ഥയിൽ എന്തിനാണ് അത്രയും അടി കാണിക്കുന്നത്? എന്തിനാണ് കാണിക്കുന്നത് അങ്ങനെ? അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനം ചുമ്മാ അത് തന്നെ. അതായത് നമുക്ക് ഉള്ളിൽ ദേഷ്യം വരണം വില്ലൻ്റെ അടുത്ത്. ഇതുകൊണ്ട് നമുക്ക് ദേഷ്യം വരും. നമ്മൾ കണ്ടാലും ദേഷ്യം വരും. കുനിഞ്ഞിരുന്ന് എങ്ങനെ ദേഷ്യം വരും? അടിച്ചടിച്ച് നശിപ്പിക്കുന്ന ഒരു വീഡിയോ. തലച്ചോറൊക്കെ പൊട്ടിച്ച് നാശമാക്കി, കുട്ടികളൊക്കെ കഴുത്തിന് ഞെരിച്ച് കൊന്ന് കെട്ടിത്തൂക്കി തലവുത്തിന് കിടക്കും. വാ വലിച്ച് കീറക്കം, വാ വലിച്ച് 2 അറ്റ കീറക്കം, നശിപ്പിക്കാം. എന്നിട്ട് ദാരുണമായൊരു സീൻ, ഒരു ഗർഭിണിയെ പ്രസവിക്കുന്ന സീനാണ്. മെയിൻ വില്ലൻ പ്രസവം എടുക്കാൻ മിടുക്കനാണ്. ഗർഭിണി പ്രസവിക്കാൻ നോക്കിയിട്ട് ഇങ്ങനെ സമയമെടുത്ത് പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു. ഡോക്ടർമാർ ചുറ്റും നിൽക്കുന്നു. മണ്ടൻ മാർക്ക് വരെ വീട്ടിൽ. വില്ലൻ വന്ന് എല്ലാവരെയും കുത്തി കൊന്നിട്ട് ഗർഭിണിയെ പ്രസവിപ്പിച്ച ഒറ്റ തള്ളു. ഗർഭിണി ഇതാ അടക്കുന്നു. ഗർഭിണി പ്രസവിച്ചു, കൊച്ചു വെളിയിൽ വന്നു. നല്ല പ്രസവം. വില്ലൻ പ്രസവം എടുക്കുന്ന വില്ലൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് പറഞ്ഞില്ലായിരുന്നു. ഞാൻ ഈ സിനിമയ്ക്ക് ഞാൻ ഒരു പേരിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, മണ്ടൻ മാർക്കോയും ഇറച്ചി വെട്ടുകാരായ വില്ലന്മാർ. പ്രസവം എടുക്കുന്ന വില്ലന്മാരാണെന്ന് പറയായിരുന്നു. ഒരു പ്രസവം എടുത്തുള്ളതുകൊണ്ട് പ്രസവം എടുക്കുന്ന വില്ലന്മാരെ പറ്റില്ല. വില്ലനെ എപ്പോൾ കാണാനും ഇറച്ചി വെട്ടണം വില്ലൻ. വില്ലൻ ഈ വെട്ടോട് വെട്ട് ആളിനെ കിടത്തിട്ട് കാല് ചക്ക സവാള കിരി എന്ന് പറഞ്ഞ കണക്ക് വില്ലൻ വെട്ടോട് വെട്ടാണ്. അപ്പോൾ ഇതാണ് പടത്തിൻ്റെ കഥ. കഥ എന്ന് പറയാൻ ഒന്നുമില്ല. മണ്ടൻ മാർക്കോയുടെ വീട്ടിൽ ഒരാളെ കൊല്ലുന്നു വില്ലന്മാർ. മണ്ടൻ മാർക്കോ ഗൾഫിൽ നിന്ന് എവിടെ നിന്ന് വരെയാണ്, ഫ്രാൻസിൽ നിന്ന് എവിടെയൊക്കെ വരെയാണ് വന്നിട്ട് പകരം വിട്ടുമെന്ന് പറയും. അപ്പോഴേ പറയും വീട്ടിലുള്ള സിദ്ധിക്കൊല്ലനും പറയും, വേണ്ട നമുക്കിത് ശരിയാവൂല. മണ്ടൻ പറയും, ഞാൻ അവിടെ ഉള്ളപ്പോൾ ഇവിടെ ആരും തൊഴില്ല. മണ്ടൻ പോയി അവരെ കൂട്ടത്തിൽ 2 നിര കയറുക. അവരിങ്ങോട്ട് വന്ന് പിന്നെ എല്ലാത്തിനും വലിച്ച് കീറി നശിപ്പിച്ച് മണ്ടനെ എടുത്ത് ഇടിച്ച് റെഡിയാക്കി ഇവിടെ ഇടും. അവർ പോകുമ്പോഴത്തേക്ക് മണ്ടൻ എനിക്ക് ഇതുപോലെ കോട്ടൊക്കെ ഇടും. അതിനാണ് ഞാൻ കോട്ടിട്ടേക്കുന്നത്. ഇതുപോലെ കോട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ വെട്ടും. ആദ്യം മുടി വെട്ടും, വയറ്റിന് വെള്ളമില്ലേ, മുടിയൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ച് സുന്ദര കൂട്ടം. വീട്ടിലെല്ലാവരും മരിച്ചു കിടക്കുന്നത് കേട്ടോ. എല്ലാവരും, അമ്മ അച്ഛൻ ചപ്പച്ച്, അവരുടെ വീട്ടിലെ കുഞ്ഞുകുട്ടി പരാതിനാണ് എല്ലാം. പ്രസവിക്കാൻ കിടന്ന പെണ്ണിനെ കൈകൊണ്ട് തള്ളി പ്രസവിച്ച് ആ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ വന്നിട്ട് മുടി വെട്ടാണ്. മുടി വെട്ടിച്ച് കോട്ടൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് പ്രതികാരം ചെയ്യാൻ പോകും മണ്ടൻ മാർക്കോ. അവിടെ പോയി പ്രതികാരം ചെയ്ത് എല്ലാവരെയും കൊല്ലും. ഇതാണ് സിനിമ ശുഭ. ഇതാണ് മാർക്കോ എന്ന സിനിമ. ഇത് കണ്ടിട്ട് ഇത്രയ്ക്കും ഭയങ്കര സിനിമ എന്നത് ആരാണ് പറയുന്നത്? എല്ലാവരും നല്ലത് പറയുന്നുണ്ട്. എല്ലാവരും കുറച്ച് പേരെങ്കിലും ഇപ്പം കുറച്ച് നെഗറ്റീവ് വിലയെന്ന് പറയും. എന്തിനാണ് നല്ലത്? ഈ പടം കണ്ടിട്ട് എന്ത് നല്ലതാണ് തോന്നുന്നത്? ഇത്ര വയലൻസ് ഉള്ളതാണോ സിനിമ? ഇത്ര വയലൻസ് ആണെങ്കിൽ എല്ലാവർക്കും വയലൻസ് വാരി കയറ്റല്ലോ ഇതിനകത്ത് സിനിമയ്ക്കകത്ത്. അപ്പോൾ എല്ലാവരും പോയി കുഞ്ഞിരിക്കും, ആർക്കും സിനിമ കാണണ്ട. എന്തിനാണ് ഇത്ര വയലൻസ് വരുന്നത്? എനിക്ക് കമൻറ്റ് ഇട്ടടുത്ത് പറയുന്നതാണ്, ഞാൻ ഈ പടങ്ങളെല്ലാം കണ്ടാണ്, വയലൻസ് ഉള്ള പടങ്ങളാണ്. അതിലെല്ലാത്തിലും ഒരു നല്ലൊരു കണക്ഷൻ ഉണ്ട് കഥയ്ക്ക്. അത് നമുക്കത് കണ്ടിരിക്കാൻ തോന്നും. നമ്മൾ ചിലപ്പോൾ വയലൻസ് കാണിക്കുമ്പോൾ മാത്രം നമ്മളത് കുഞ്ഞിരിക്കും, ബാക്കിയെല്ലാം നമ്മൾ കണക്റ്റഡാണ് കഥ. ഇത് എന്ത് കണക്റ്റഡാണ്? വയലൻസ് ആണ് കണക്റ്റഡ്? എന്ത് കണക്റ്റഡാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന് കണക്റ്റഡായിട്ട് എന്താണുള്ളത്. എനിക്ക് കമൻറ്റിൽ ഇത്ര എഴുതി ചോദിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഹിന്ദിയിൽ അത് ചെയ്യുന്നുണ്ട്, ഹിന്ദിയിൽ ചെയ്യുന്നുണ്ട് എല്ലാം നല്ല കഥയുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത്.
ചുമ്മാ വന്നിട്ട് മിഷന് കൊണ്ടുവന്നിട്ട് കാല് വെട്ടുന്ന കൈ വെട്ടുന്നല്ല. കഥയ്ക്കൊരു ബലം ഉണ്ടാവണം, സ്ക്രിപ്റ്റിന് ബലം ഉണ്ടാവണം. ഇത് ആക്ഷൻ കൊള്ളാം, പകുതി വരെ നല്ല ആക്ഷൻ, കിടിലൻ ആക്ഷൻ പടമാണ്. പാതിക്ക് ശേഷം ഈ വയലൻസ് തന്നെ വീണ്ടും റിപ്പീറ്റ് കാണിക്കും. അപ്പം നമുക്ക് കുറേ കാണുമ്പോഴത്തേക്കും നമ്മൾ ബോറടിക്കും. ഇങ്ങനെ കൈവിട്ട് കാൽവിട്ട് ബോറാണ്, വെറും ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും പോകുക. അപ്പം നമുക്ക് ബാക്കിയാണ് പറയാം. അപ്പം അവൻ്റെ കൈ കാല വെട്ടും അല്ലെങ്കിൽ തല വെട്ടും. അവസാനം കൊണ്ട് നീ വെട്ടുന്ന കൊച്ചു കുട്ടികളിലും ഗർഭിണികളിലും ആയിട്ട് എത്തിയപ്പോഴത്തേക്കാണ് നമുക്ക് വെറുപ്പ് തോന്നിപ്പോയത്. ശരിക്കും വെറുപ്പാണ് തോന്നിപ്പോയത്. അപ്പം ഇത്തരത്തിലുള്ളൊരു സിനിമ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. ഈ സിനിമ പൊളി തന്നെ വേണമായിരുന്നു. ഇനി പൊളിയത്തില്ല, സിനിമ നല്ല ഹിറ്റായി കഴിഞ്ഞു. ഇത്തരത്തിൽ ഒരിക്കലും ഇനി ഇതുപോലൊരു സിനിമയെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല.